ഇനി നമ്മൾ വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട വെച്ചിട്ട് ഒരു പ്ലേറ്റ് നിറയെ ഒരു സ്നാക്സ് ഉണ്ടാക്കുക. പുറത്ത് നല്ല അടിപൊളി ക്രിസ്പിയും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു സ്നാക്സ്, നമ്മുടെ ക്യാപ്സി ചിക്കനൊക്കെ വലിയ അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പം നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുലൂസ് വേൾഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ഒരു ബൗളിലേക്ക് നമുക്ക് 3/4 കപ്പ് വരെ കടലപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് ഒരു കപ്പ് ഫുള്ളായിട്ട് പിന്നെ 1/4 കപ്പ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ 3/4 കപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പോലെ മൈദപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് ഒരു കുഞ്ഞു സവാള പൊടിപൊടിയായിട്ട് വരുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് പൊടിപൊടിയായിട്ട് വരുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിപൊടിയായിട്ട് വരുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു 2 തണ്ട് കരിവേപ്പില അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പോലെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പോലെ ചെറിയ ജീരകം ഒന്നെങ്കിൽ പൊടി അല്ലെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊന്ന് ചതച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പോലെ ചില്ലി ഫ്ലെക്സ് ആണ്, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ബാറ്ററാണ് കേട്ടോ ഇതിന് വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്കത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അല്ലേ. ഇനി നമുക്ക് ഇതിന് വേണ്ടി 2 മുട്ട അങ്ങ് പുഴുങ്ങിയത് എടുക്കാം കേട്ടോ. പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു മുട്ട 5 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റേ മുട്ടയും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലെക്സ് ആണ് കേട്ടോ. അതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്ത കോൺഫ്ലെക്സും കൂടി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആദ്യം നമ്മുടെ മുട്ടേൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കടലപ്പൊടി ആ ഒരു കൂട്ടിൽ അതിലേക്കൊന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ കോൺഫ്ലെക്സ് പൊടിച്ചെടുത്തിട്ട് ആ ഇതിലേക്കും ഒന്ന് മുക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ മുട്ടയിലേക്ക് നമ്മുടെ ഈ കോൺഫ്ലെക്സ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബാക്കി മൊത്തമായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടി നമുക്കൊരു പാൻ അങ്ങ് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ അങ്ങ് ചൂടാവാൻ വെക്കാം കേട്ടോ. അപ്പോൾ എന്ത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ ഒരു കോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മുട്ടയിൽ അത് ഓരോന്നായിട്ട് ഇട്ടിട്ട് അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ആദ്യം കുറച്ച് ഫ്ലെയിം കൂട്ടിക്കൊടുത്തതിന് ശേഷം അതൊന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് അങ്ങ് മൊരിഞ്ഞ് വന്നിട്ട് നമുക്കതൊന്ന് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി മൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു മുട്ടേൻ്റെ ഈ ഒരു സ്നാക്സ് നമുക്ക് മൊത്തമായിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് അങ്ങ് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഞാനങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. കാരണം ഇല്ലെങ്കിൽ പുറത്ത് പെട്ടെന്ന് കരിയും ചെയ്യും, ഉള്ളിലാ മാവ് ഒട്ട് വെന്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മുടെ ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ചിട്ട് നമുക്കിതങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എണ്ണയിൽ അങ്ങ് കോരിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു മുട്ട മൊത്തമായിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ KFC സ്റ്റൈൽ മുട്ട വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടോ. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ ഉള്ളിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു ഇഫ്താറിന് വേണ്ടി. അതുപോലെ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.